തൃക്കക്കര വിസ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. പ്രധാന പ്രതികൾ വിദേശത്തേക്ക് കടന്നോ എന്ന് സംശയമുണ്ട്. പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. തൃക്കാക്കര പ്രവർത്തിച്ചിരുന്ന യൂറോഫ്ലൈ ഹോളിഡേയ്സ് സ്ഥാപനത്തിന്റെ ഉടമ ഷംസീറും കൂട്ടാളികളും ചേർന്നാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 32 പേരിൽ നിന്നായി ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തത്. വ്യാജ വിസിറ്റിംഗ് വിസയും ന്യൂസിലൻഡിലേക്കുള്ള വിമാന ടിക്കറ്റും നൽകിയായിരുന്നു തട്ടിപ്പ്. തട്ടിപ്പിനിരയായവർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചിട്ടും അടിയന്തരമായി ഒരു നടപടിയും എടുത്തിരുന്നില്ലെന്ന് അന്ന് തന്നെ ആക്ഷേപമുയർന്നിരുന്നു. തട്ടിപ്പ് നടന്ന് 1 മാസം പിന്നിടുമ്പോഴും പോലീസിന്റെ അനാസ്ഥ തുടരുകയാണെന്നാണ് ആക്ഷേപം. അവരുടെ ഉന്നതരിലേക്ക് നല്ല യഥാർത്ഥ തട്ടിപ്പ് നടത്തിയ പ്രതിയിലേക്ക് ഇതുവരെ അന്വേഷണം കൊണ്ടുപോയിട്ടില്ല. ഞങ്ങൾ എന്തായാലും കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ അവസാനം വരെ പോരാടും. കാരണം എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ഇവിടെ 5-6 ഏജൻസി വേറെ ഉണ്ടെന്ന്. ഇതുപോലെ അതറിയാമെങ്കിൽ പിന്നെ ഈ പോലീസിന് അവരെ പ്രിവെന്റ് ചെയ്യത്തില്ലേ? ജനങ്ങളെല്ലാം പോയി കഴിയുമ്പോഴാണ് അവർ പ്രിവെന്റ് ചെയ്യാനിരിക്കുന്നത്. എന്തിനാണ് ഇവിടുത്തെ പോലീസ്? ഈ തൃക്കാക്കര പോലീസിനകത്ത് കളിച്ച മുഴുവൻ തൃക്കാക്കര പോലീസാണ്, അല്ല ആരുമല്ല. നിലവിൽ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരിയായ ഒരാളെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരും ഷംസീറിന്റെ തട്ടിപ്പിനിരയായി കേസിൽ അകപ്പെട്ടു പോയതാണെന്നാണ് സൂചന. ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന ഒരു സ്ത്രീക്കും തട്ടിപ്പിൽ മുഖ്യ പങ്കുണ്ടെന്ന് മൊഴി നൽകിയിട്ടും അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ഷംസീറിന്റെ വീട് തിരക്കി തട്ടിപ്പിനിരയായവർ പാലക്കാട്ട് പോയിരുന്നെങ്കിലും ഷംസീറിന്റെ സംഘത്തിൽപ്പെട്ടവർ ഭീഷണിപ്പെടുത്തി മടക്കി അയക്കുകയായിരുന്നു. ഷംസീർ വിദേശത്തേക്ക് മുങ്ങിയോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ജനം, കൊച്ചി.